ഹലോ മക്കളെ, അപ്പൊ നമ്മള് ട്രൈബൽസിന്റെ ലൈഫിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ട്രൈബൽസിന് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ട്രൈബൽസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയായിരുന്നു നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദി പ്രോബ്ലം വിത്ത് ട്രേഡ്. During the 19th century, tribal groups found that traders and moneylenders were coming into the forest more often, wanting to buy forest produce, offering cash loans and asking them to work for wages. അപ്പം 19th centuryയില് tribal groups found that traders and moneylenders were coming into the forest more often, wanting to buy forest produce, offering cash loans and asking them to work for wages. അപ്പം 19th സെഞ്ചുറി ആയ സമയത്ത് എന്താണ് ഇവർ കാണുന്നത്? ട്രൈബൽസ് എന്താ കാണുന്നത്? മണി ലെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ട്രേഡേഴ്സ് കൂടുതലായിട്ട് ഫോറസ്റ്റിലേക്ക് വന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഇവരെ ആവശ്യപ്പെടും. ഇവര് എന്താണ് ഇവരുടെ ലൈഫിലേക്ക് കൂടുക അല്ലെ. അവർ ഓഫറിങ് ക്യാഷ് ലോൺ ഒക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ല, ലാസ്റ്റ് അത് അവർക്ക് തന്നെ അത് വല്ലാത്തൊരു പോവർട്ടിയിലേക്കാണ് അവരെ അത് എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. It took tribal groups sometimes to understand the consequences of what was happening. അല്ലെ, it took tribal groups some time to understand the consequences. അല്ലെ, the consequences അല്ലെ poverty ആയിരിക്കും അല്ലെ. In the 18th century, Indian silk was in demand in European market. അല്ലെ, ഒരു 1750s അല്ലെങ്കിൽ 18th സെഞ്ചുറി എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യൻ സിൽക്ക്, ഇന്ത്യയില് ഇന്ത്യൻ കോട്ടൺ ആയിക്കോട്ടെ, ഇന്ത്യൻ സിൽക്ക് ഒക്കെ മാർക്കറ്റിൽ വലിയ ഡിമാൻഡുള്ള സാധനമായിരുന്നു. അത് ബ്രിട്ടീഷ് മാർക്കറ്റിൽ ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള സിൽക്ക്. ഓക്കെ, ഇന്ത്യൻ സിൽക്ക് എന്ന് പറയുന്നത് ദ ഫൈൻ ക്വാളിറ്റി ഓഫ് ഇന്ത്യൻ സിൽക്ക് വാസ് ഹൈലി വാല്യൂഡ് ആൻഡ് എക്സ്പോർട്സ് ഫ്രം ഇന്ത്യ ഇൻക്രീസ് റാപ്പിഡ്ലി. അപ്പം ഇന്ത്യൻ സിൽക്ക് നല്ല ഫൈൻ അല്ലെ. സിൽക്ക് എന്ന് പറയുന്ന ഭയങ്കര സ്മൂത്ത് ഫൈൻ ആയിട്ടുള്ള സാധനമാണ്. അത് ഭയങ്കര മാർക്കറ്റുള്ള സാധനമായിരുന്നു. അപ്പം എന്താണ് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ നിന്ന് ചെയ്യാൻ തുടങ്ങി, എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അല്ലെ, കയറ്റി അയക്കാൻ തുടങ്ങി. As the market expanded, East India Company official tried to encourage silk production to meet the growing demand. അപ്പം മാർക്കറ്റ് ഭയങ്കരമായിട്ട് അല്ലെ, ഇന്ത്യയിലുള്ള സിൽക്കിന് ഭയങ്കര ഡിമാൻഡാണ്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലാഭം അവർക്ക് കിട്ടുകയാണ് അല്ലെ, ഒരുപാട് സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പം. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തു ഇന്ത്യയിൽ കൂടുതൽ സിൽക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പം ഹസാരിബാഗ് in present day Jharkhand, ഇന്നത്തെ ജാർഖണ്ഡിലുള്ള ഒരു സ്ഥലമാണ്. was an area where the Santals reared cocoons. സാന്താൾസ് എന്ന് പറയുന്ന ആൾക്കാരല്ലേ, സാന്താൾ എന്ന് പറയുന്ന ഒരു ട്രൈബൽ കാറ്റഗറി ആണ്. ട്രൈബൽസ് അവിടെ കൊക്കോൺസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഏരിയ ഇന്നത്തെ ജാർഖണ്ഡാണ് ആ സ്ഥലം എന്ന് പറയുന്നത്. The traders dealing in silk sent their agents who gave loan to the tribal people and collected the cocoons. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ ഇടനിലക്കാരായിട്ട് അല്ലെ, ഇടനിലക്കാരായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് ട്രൈബൽ പീപ്പിളിന്റെ അടുത്ത് അല്ലെ, അവര് കൊക്കോൺസിനെ വളർത്തുന്നുണ്ട്. അവർക്ക് ലോണൊക്കെ ഓഫർ ചെയ്തിട്ട് കൊക്കോണിനെ കളക്ട് ചെയ്തു. The growers were paid 3 to 4 for 1,000 cocoons അല്ലെ, അത്രയും കുറഞ്ഞൊരു പൈസ. 3 to 4 for 1,000 cocoonsന് വളരെ കുറഞ്ഞ പൈസക്ക് അവര് വിൽക്കുകയാണ്. They were then exported to Burdwan or Gaya, where they were sold at 5 times the price. അപ്പം ഇവരുടെ അടുത്ത് നിന്ന് ഒരു കുറച്ച് പൈസക്ക് വാങ്ങിയിട്ട് അതിന്റെ ഒരു 5 ഇരട്ടി പൈസക്കാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. The middlemen, so-called because they arranged deals between the exporters and silk growers. അല്ലെ, ഇടനിലക്കാരായിട്ട് മിഡിൽമാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉണ്ടാക്കുന്നത് ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്? ഉണ്ടാക്കുന്ന ട്രൈബൽസ് ഉണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം ഇതിന്റെ ഇടയിൽ അല്ലെ, ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് എക്സ്പോർട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ, അതാണ് മിഡിൽമാൻ എന്ന് പറയുന്നത്. So the middleman, so-called because they arranged deals between the exporters and silk growers made huge profit. അപ്പം ഇതിന്റെ ഇടനിലയിൽ വർത്തിക്കുന്ന ആൾക്കാർക്ക് നല്ല ലാഭം കിട്ടി അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവന്നോ, അതിന്റെ 5 ഇരട്ടി പൈസക്ക് വേറൊരു സ്ഥലത്ത് കൊടുക്കുകയാണ് അല്ലെ. 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാല് അതിന് 50 രൂപയായിട്ട് പുറത്തേക്ക് വിൽക്കുകയാണ്. അപ്പൊ ഇടനിലക്കാർക്ക് വലിയ പ്രോഫിറ്റ് കിട്ടി. സിൽക്ക് ഗ്രോവേഴ്സ് ഓൺ വെരി ലിറ്റിൽ. പക്ഷെ ഈ സിൽക്കിനെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വളരെ കുറഞ്ഞ പൈസയെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. Okay, understandably, many tribal groups saw the market and the traders as their main enemies. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഈ ട്രേഡേഴ്സ് ആണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് ട്രൈബൽസ് മനസ്സിലാക്കുന്നുണ്ട്. Okay,
The search for work ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. The search for work. So the plight of the tribals who had to go far away from their homes in search of work was even worse. From the late 19th century, tea plantations started coming up and mining became an important industry. അപ്പം 19th സെഞ്ചുറിയുടെ അവസാനമായ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ടീ പ്ലാന്റേഷൻസ് കൂടുന്നുണ്ട്. ഓക്കെ, ടീ പ്ലാന്റേഷൻസ് അതുപോലെ തന്നെ മൈനിങ് ഇൻഡസ്ട്രി ഒക്കെ കുറച്ചും കൂടി എന്താവാൻ തുടങ്ങി? ഡെവലപ്ഡ് ആവാൻ തുടങ്ങി. Tribals were recruited in large numbers to work at the tea plantations of Assam and the coal mines of Jharkhand. അപ്പം ഇങ്ങനെ പ്ലാന്റേഷൻ അല്ലെങ്കിൽ മൈനിങ് ഇൻഡസ്ട്രി ഒക്കെ ആയിക്കോട്ടെ, ഇവിടെ ജോലി ചെയ്യാൻ ആൾക്കാർ വേണ്ടേ? ആൾക്കാർ വേണം. അതിനു വേണ്ടിയിട്ട് ട്രൈബൽസിന് എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് ട്രൈബൽസ് ജം കൾട്ടിവേഷനും സെറ്റിൽഡ് കൾട്ടിവേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അവരെന്ത് ചെയ്തു? നിങ്ങൾ ഇവിടെ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഫോറസ്റ്റ് റിസർവ്ഡ് ഏരിയ ആണ്, ഇവിടെ പോയിട്ട് ഒന്നും എടുക്കാൻ പാടില്ല, ഇത് തൊടാൻ പാടില്ല, ഹണ്ട് ചെയ്യാൻ പാടില്ല, ഫ്രൂട്ട്സ് കളക്ട് ചെയ്യാൻ പാടില്ല, വുഡ് കളക്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കുറെ റെസ്ട്രിക്ഷൻ വെച്ചു. അപ്പൊ അവര് വേറെ വേറെ ജോലി അന്വേഷിക്കും. അപ്പം അങ്ങനെ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് നിർബന്ധിതമായിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? ടീ പ്ലാന്റേഷനിലും അതുപോലെ തന്നെ മൈനിങ്ങിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറഞ്ഞ പൈസക്ക് ജോലി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. They were recruited through contractors who paid them miserably low wages and prevented them from returning home. അല്ലെ, വളരെ കുറഞ്ഞ പൈസക്ക് ട്രൈബൽസിനെ ജോലി ചെയ്യിപ്പിക്കാണ്. പ്ലാന്റേഷൻസിന്റെ ഒക്കെ ഒരു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനുള്ളിൽ കയറി കഴിഞ്ഞാല് അവരെ പുറത്ത് വീട്ടിലേക്കൊന്നും ചെയ്യാൻ പാടില്ല, വിടാൻ പാടില്ല. പക്ഷെ അതിന് അഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ വർഷം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാം കേട്ടോ. And a closer look. Through the 19th and 20th centuries, tribal groups in different parts of the country rebelled against the changes in laws, the restrictions on their practices, the new taxes they had to pay, and the exploitation by traders and money lenders. അപ്പം 19th സെഞ്ചുറിക്ക് ആവുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? 20th സെഞ്ചുറിക്ക് ആവുന്ന സമയത്ത് ട്രൈബൽസ് മനസ്സിലാക്കുകയാണ്, അല്ലെ, മണി ലെൻഡേഴ്സ് ഇവരെ പറ്റിക്കുന്നുണ്ട്, ട്രേഡേഴ്സ് ഇവരെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, ഈവൻ ഫോറിനേഴ്സ് ഇവരെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ റിബൽഡ് അഗെയിൻസ്റ്റ് ദി ചേഞ്ചസ് ഇൻ ലോസ്, അല്ലെ, ഫോറസ്റ്റ് ലോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. റെസ്ട്രിക്ഷൻസ് ഓൺ ദെയർ പ്രാക്ടീസസ്, അല്ലെ, അവരോട് ജം കൾട്ടിവേഷൻ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ന്യൂ ടാക്സസ് ദേ ഹാഡ് ടു പേ, അല്ലെ, ടെനൻസ് ആയിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ ലാൻഡ് ഓണിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സ്റ്റേറ്റിലേക്ക് റവന്യൂ പോകുന്നുണ്ട്, അല്ലെ. അപ്പം ഒരുപാട് ടാക്സസും കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടി വന്നു. ആൻഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദി ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്, ഇതിന്റെ ഒക്കെ ഉള്ളിൽ കൂടെ ഈ ട്രേഡേഴ്സും മണി ലെൻഡേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദ കോൾ വംശം, അല്ലെ, കോൾ എന്ന് പറയുന്ന ട്രൈബൽ ആണ്. ആ കോൾസ് റിബൽഡ് ഇൻ 1831-32. സാന്താൾസ് റോസ് ഇൻ റിവോൾട്ട് ഇൻ 1855. ഇവരുടെ ഒക്കെ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോളിൻ്റെതാണെങ്കിലും സാന്താളിന്റെ ആണെങ്കിലും ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. കോൾസ് എപ്പോഴാണ്? കോൾസ് ഇൻ 1831-32 ആ സമയത്ത്. ഇനി സാന്താൾ വംശമാണെങ്കിൽ ഇതൊക്കെ ട്രൈബൽ ഏരിയാസ് ഉള്ള ആൾക്കാരാണ്. സാന്താൾസ് എപ്പോഴാണ്? 1855 1855. അപ്പൊ കോൾസ് റിബൽഡ് ഇൻ 1831-32. സാന്താൾസ് റോസ് ഇൻ റിവോൾട്ട് ഇൻ 1855. The Bastar rebellion in central India broke out in 1910. Okay, Bastar ഉണ്ടായിരുന്നു. And the Warli revolt in Maharashtra in 1940. ഓക്കെ, അപ്പം ഏതൊക്കെയാണ്? കോൾസ് ഇൻ 1831-32, സാന്താൾസ് ഇൻ 1855, ആൻഡ് ബാസ്റ്റാർ ഇൻ 1910, ആൻഡ് വാർലി റിവോൾട്ട് ഇൻ 1940. വർഷം കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ദ മൂവ്മെന്റ് ദാറ്റ് ബിർസ ലെഡ് വാസ് വൺ സച്ച് മൂവ്മെന്റ്. അതുപോലെ തന്നെ ഒരു ബിർസാം ഉണ്ട്, അല്ലെ, ബിർസയും ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരായിരുന്നു? ബിർസാ മുണ്ട. എന്തായിരുന്നു ബിർസാ മുണ്ടയുടെ മൂവ്മെന്റ്? ഈ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ബിർസ വാസ് ബോൺ ഇൻ ദ മിഡ് 1870s ബിർസ ജനിച്ചിട്ടുണ്ടായിരുന്നത്. സൺ ഓഫ് എ പുവർ ഫാദർ, ഹി ഗ്രൂ അപ്പ് around the forest of Bahonda, grazing sheep, playing the flute and dancing in the local akhara. Forced by poverty, his father had to move from place to place looking for work. അല്ലെ, അദ്ദേഹത്തിന് വർക്ക്, അല്ലെ,
ദാരിദ്ര്യം കാരണം ഓരോ സ്ഥലത്ത് പോയിട്ട് ജോലി അന്വേഷിക്കേണ്ടി വന്നിരുന്നു. ആസ് ആൻ adolescent, Birsa heard tales of the Munda uprisings of the past and saw the Sardars എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡേഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി അർജിങ് ദ പീപ്പിൾ ടു റിവോൾട്ട്. അല്ലെ, ബിർസ ഒരുപാട് കഥകൾ കേൾക്കാണ് അല്ലെ, അവരുടെ പാസ്റ്റിൽ എങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കഥകളൊക്കെ കേൾക്കാണ്. അപ്രൈസിങ് പീപ്പിൾ ടു ദി റിവോൾട്ട്. They talked of a golden age when the Mundas had been free of the oppression of Dikus. അല്ലെ, ദിക്കൂസിന്റെ ഒരു ഒപ്രഷൻ അല്ലെ, സപ്രസീവ് ആയിട്ടുള്ള അല്ലെ, ഭയങ്കര എന്താ ഇമ്പീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെ, അപ്പം ആ ഒരു രീതിയിലുള്ള ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു they talked of a golden age when the Mundas had been free of the oppression of the Dikus and said there would be a time when the ancestral right of the community would be restored. അല്ലെ, ഒരു സമയം, നമുക്ക് ഒരു സമയം വരും അല്ലെ, നമ്മുടെ ഈ ആൻസെസ്ട്രൽ പവേഴ്സ് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയം വരും എന്നുള്ള ഒരു ബിലീഫാണ്. They saw themselves as the descendants of the original settlers of the region fighting for their land, reminding people of the need to win back their kingdom. അല്ലെ, അവർക്ക് അവരുടെ കിങ്ഡം തിരിച്ചു പിടിക്കണം എന്നുണ്ട് അല്ലെ. ബ്രിട്ടീഷുകാർ വന്നു, ഡിക്കൂസ് വന്നു, എന്താണ് അവരുടെ സ്ഥലത്തേക്ക് മണി ലെൻഡേഴ്സ് ആയിക്കോട്ടെ എല്ലാ ആൾക്കാരും കയറുന്ന ഇടപഴകുകയാണ്, അതൊക്കെ അവരുടെ ഒരു പവർ നഷ്ടപ്പെടുകയാണ്. ബിർസ went to the local missionary school and listened to the sermons of missionaries. അപ്പൊ അദ്ദേഹം ഒരു ലോക്കൽ മിഷണറി സ്കൂളിൽ പോവാണ്. There too he heard it said that it was possible for the Mundas to attain the kingdom of heaven and regain their lost rights. അവിടെ നിന്നും അദ്ദേഹം എന്താണ് കേൾക്കുന്നത്, മുണ്ടാസിന് അവരുടെ കിങ്ഡം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നിന്നും അദ്ദേഹം ഫീഡ് ചെയ്തെടുക്കുന്നത്. This would be possible if they became good Christians. എപ്പോഴാ പോസിബിൾ ആവുന്നേ, ഗുഡ് ക്രിസ്ത്യൻസ് ആയിട്ട് and gave up their bad practices. അല്ലെ, എങ്ങനെയാണ് ഇവർക്കത് തിരിച്ചു പിടിക്കാൻ പറ്റുക, നല്ലൊരു ക്രിസ്ത്യൻസ് ആയിട്ട് എന്താ അവരുടെ നല്ല ചീത്ത സ്വഭാവങ്ങൾ അല്ലെ, ബാഡ് പ്രാക്ടീസസ് ഒക്കെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല്. Later, Birsa also spent some time in the company of the prominent Vaishnav preacher. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്, he wore the sacred thread and began to value the importance of purity and piety. Birsa was deeply influenced by many of the ideas he came in touch with in his growing up years. His movement was aimed at reforming tribal society. ബിർസേന്റെ മൂവ്മെന്റ് എന്തായിരുന്നു, അദ്ദേഹത്തിന് ട്രൈബൽ സൊസൈറ്റീനെ റീഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് റിഫോർമേഷൻ ആയിരുന്നു അവരുടെ ഉദ്ദേശം. He urged the Mundas to give up drinking liquor. അല്ലെ, അപ്പൊ നല്ല ബാഡ് ഹാബിറ്റ്സ് എല്ലാം കളയണം അല്ലെ. അപ്പം അദ്ദേഹം മുണ്ടാസിനോട് എന്ത് പറഞ്ഞു, ലിക്കർ ഡ്രിങ്കിങ് ഒക്കെ ഒഴിവാക്കുക, അവരുടെ വില്ലേജ് ക്ലീൻ ആക്കി വെക്കുക, സ്റ്റോപ്പ് ബിലീവിങ് വിച്ച് ക്രാഫ്റ്റ് ആൻഡ് സോസറി അല്ലെ, വിച്ച് ക്രാഫ്റ്റിൽ ഒന്നും ബിലീവ് ചെയ്യാതെ എല്ലാ ബാഡ് ഹാബിറ്റ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ബിർസ മുണ്ട പറയാണ്. But we must remember that Birsa also turned against missionaries and landlords. അല്ലെ, മിഷണറീസിന് എഗെയിൻസ്റ്റ് ആയിട്ടും ലാൻഡ് എഗെയിൻസ്റ്റ് ആയിട്ടും ബിർസ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, എഗെയിൻസ്റ്റ് ആയിരുന്നു. He saw them as outside forces that were running the Munda വേ ഓഫ് ലൈഫ്. അല്ലെ, അവര് ഔട്ട്സൈഡേഴ്സ് ആയിരുന്നു, അവര് എന്ത് ചെയ്യാണ്, മുണ്ട ലൈഫിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ടോർച്ചർ ചെയ്യുന്നതായിരുന്നു എന്നുള്ള രീതിയിലാണ്, റൂയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. In 1895, Birsa urged his followers to recover their glorious past. അപ്പം ആ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, 1895 ആയ സമയത്ത് അവരുടെ ബിർസേന്റെ ഫോളോവേഴ്സ് ഉണ്ട് അല്ലെ, ഒരുപാട് ആൾക്കാര്. അപ്പം അവരുടെ അടുത്ത് ഇത് ഒരു തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. He talked of a golden age in the past, a Satyug അല്ലെ, പാസ്റ്റിലുള്ള ഒരു ഏജ് ഓഫ് ട്രൂത്ത്, Satyug. Okay, Satyug, age of truth, when Mundas lived a good life, constructed embankments, tapped natural springs, planted trees and orchards, practiced cultivation to earn their living. അപ്പം ഇവരുടെ ഒരു നല്ലൊരു പാസ്റ്റ് അവര് എല്ലാം എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. They did not kill their brethren and relatives. They lived honestly. അല്ലെ, ഹോണസ്റ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പാസ്റ്റ്. Birsa also wanted people to once again work on their land, settle down and cultivate their fields. അല്ലെ, ബിർസയ്ക്ക് ആൾക്കാർ അവരുടെ ഫോറസ്റ്റ് അവരുടെ സ്ഥലമാണ്, ആ റീജിയൻ അവർക്ക് കൾട്ടിവേറ്റ് ചെയ്ത് അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യണമെന്ന് ബിർസയ്ക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു.
What worried British official moves was the political aim of the Birsa movement, for it wanted to drive out missionaries, money lenders, landlords and the government. അല്ലെ, എന്താണ് ബ്രിട്ടീഷുകാരെ ഇത് ഇത്ര പ്രശ്നമാക്കിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ ഇത് ഇത്ര തീവ്രമായിട്ട് നോക്കിക്കണ്ടത്? ബിർസ എന്തായിരുന്നു പ്ലാൻ ചെയ്തത്? ബിർസ ഈ മണി ലെൻഡേഴ്സിനും ട്രേഡേഴ്സിനും ബ്രിട്ടീഷ് ഗവൺമെന്റിനും ഒക്കെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു കൂട്ടം ആൾക്കാരെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ബ്രിട്ടീഷുകാരെ കുറച്ച് പേടിപ്പിച്ചു. സെറ്റപ്പ് എ മുണ്ടാരാജ്, അല്ലെ, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? ഒരു മുണ്ടാരാജ് വരണമെന്നായിരുന്നു. വിത്ത് ബിർസ അറ്റ് ഇറ്റ്സ് ഹെഡ്, അല്ലെ, ഈ മുണ്ടാരാജിന്റെ ഹെഡായിട്ട് ബിർസ വരണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാരെ കുറച്ച് വറീഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെ, അവർ കറക്റ്റ് ആയിട്ടുള്ള ശത്രുക്കളെയാണ് അല്ലെ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തു. അല്ലെ, ഈ മണി ലെൻഡേഴ്സ് ആയിക്കോട്ടെ, ഈ ദിക്കൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഔട്ട്സൈഡേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള മണി ലെൻഡേഴ്സ്, ട്രേഡേഴ്സ്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ, ഇവരൊക്കെയാണ് ഇവരുടെ ലൈഫ് റൂയിൻ ചെയ്യുന്നതെന്ന് കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മുണ്ട ചെയ്യുന്നത്. അല്ലെ, the movement identified all these forces as the cause of the misery the Mundas were suffering. അല്ലെ, ഇതിന്റെ കോസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഇവരുടെ മൂവ്മെന്റ് പോകുന്നത്. The land policies of the British were destroying their traditional land system. അല്ലെ, ലാൻഡ് പോളിസീസ്, അല്ലെ, ലാൻഡ് കുറച്ച് ആൾക്കാർക്ക് വീതിച്ചു, അതിന് റവന്യൂ ഫിക്സേഷൻ, ഇതൊക്കെ എന്താണ് അവരുടെ പുതിയ ലാൻഡ് പോളിസീസ് ഒക്കെ കുറെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ലാൻഡ് ലോഡ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ഫോർ ടേക്കിംഗ് ഓവർ ദെയർ ലാൻഡ്. അല്ലെ, അവരുടെ സ്വന്തം ലാൻഡാണ്. അല്ലെ, ഇവരുടെ സ്വന്തം ലാൻഡിന്റെ മുകളിൽ ഈ ലാൻഡ് ലോഡ്സ് ആയിക്കോട്ടെ, മണി ലെൻഡേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. And missionaries were criticizing their traditional cultures. അല്ലെ, മിഷണറീസ് എന്താ ചെയ്യുന്നത്? അവരുടെ ട്രഡീഷണൽ കൾച്ചറിനെ ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മിഷണറീസിന് അഗെയിൻസ്റ്റ് ആയിട്ടും ബിർസ മുണ്ട നിൽക്കുന്നത്. As the movement spread, the British official decided to act. അല്ലെ, അപ്പം എല്ലാ ആൾക്കാരെയും ഇങ്ങനെ സംഘടിച്ച്, അല്ലെ, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, എല്ലാ ആൾക്കാരെയും ഇങ്ങനെ സംഘടിച്ച് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാര് തിരിച്ച് ആക്ട് ചെയ്യാണ്. ദി അറസ്റ്റഡ് ബിർസ ഇൻ 1895. 1895 ബിർസയെ എന്ത് ചെയ്യാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യാണ്. കൺവിക്റ്റഡ് ഹിം ഓൺ ചാർജസ് ഓഫ് റൈറ്റിംഗ് ആൻഡ് ജയിൽഡ് ഹിം ഫോർ 2 years. 2 വർഷക്കാലം എന്ത് ചെയ്യാണ് ഈ ബിർസ മുണ്ട ഇങ്ങനെയൊക്കെ ചെയ്തു. അല്ലെ, ഒരുപാട് ആൾക്കാരെ സംഘടിച്ചു, ഒരുപാട് ആൾക്കാരെ ഫോളോവേഴ്സ് ആയിട്ട് കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, മണി ലെൻഡേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ട്രേഡേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, മിഷണറീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ബിർസ മുണ്ടയെ 1895 ആയ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ട് 2 വർഷക്കാലത്തേക്ക് ജയിലിലിടാണ്. When Birsa was released in 1897, അല്ലെ, 2 വർഷം കഴിഞ്ഞ് 1897 ആയ സമയത്ത് ബിർസയെ റിലീസ് ചെയ്തു. He began touring the villages to gather support. അപ്പൊ വീണ്ടും അദ്ദേഹം സപ്പോർട്ട് തേടി വില്ലേജസിലൊക്കെ ഗ്യാദർ ചെയ്തു. He used the traditional symbols and language to rouse people, urging them to destroy Ravana. അല്ലെ, ദിക്കൂസ് ആൻഡ് ദ യൂറോപ്യൻസ്, അല്ലെ, അവരെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് എസ്റ്റാബ്ലിഷ് എ കിങ്ഡം അണ്ടർ ഹിസ് ലീഡർഷിപ്പ്. ബിർസയ്ക്ക് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ലീഡർഷിപ്പിൽ ഒരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, മുണ്ടാരാജ്. And Birsa's followers began targeting the symbols of Diku and European power. അപ്പം ബിർസന്റെ ഫോളോവേഴ്സ് ബിർസ പറയുന്നത് കേട്ടിട്ട് എന്താണ്, ദിക്കൂസിന് എന്ത് ചെയ്യാണ്, ടാർഗറ്റ് ചെയ്യാണ്, യൂറോപ്യൻ പവറിനെ ടാർഗറ്റ് ചെയ്യാണ്. They attacked the police stations and churches and raided the property of money lenders and zamindars. അവര് ബിർസയുടെ ആൾക്കാർ എന്ത് ചെയ്തു, ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട്, അല്ലെ, മണി ലെൻഡേഴ്സിന്റെ വീടും, അല്ലെ, അങ്ങനത്തെ ചേർച്ചസ് ഒക്കെ റെയ്ഡും നടത്തി, അല്ലെ, ജമീന്ദാസിനെ ഒക്കെ എന്ത് ചെയ്യാണ്, അതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇവര് ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യാണ്. They raised the white flag as a symbol of ബിർസാരാജ്. ബിർസാരാജിന്റെ സിമ്പിൾ ആയിട്ട് അവര്, അല്ലെ, വെളുത്ത കൊടി, അല്ലെ, വൈറ്റ് ഫ്ലാഗ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ 1900, അല്ലെ, 1900 ബിർസ ഡൈഡ് ഓഫ് കോളറ ആൻഡ് ദ മൂവ്മെന്റ് ഫെയ്ഡഡ് ഔട്ട്. അല്ലെ, ബിർസയുടെ ലീഡർഷിപ്പിലായിരുന്നു ഈ മൂവ്മെന്റ് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരുന്നത്. അല്ലെ, അപ്പം ആ ഒരു സമയത്ത് 1900 കാലഘട്ടത്തിൽ അദ്ദേഹം എന്താവാണ്, ഡെത്ത് ആവാണ്. അദ്ദേഹത്തിന് കോളറ വന്നിട്ട് അദ്ദേഹം ഡെത്ത് ആവാണ്. അപ്പൊ അതോടുകൂടി ആ ഒരു ലീഡർഷിപ്പ്, ഒരു ഹെഡ് ഇല്ലാണ്ടായ സമയത്ത് അത് ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ആയിപ്പോയി. അതുവരെ അവര്
സ്ട്രോങ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു അല്ലെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് പേടിയാവണം, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു കൂട്ടം ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഫൈറ്റ് ചെയ്യാണ് എഗെയിൻസ്റ്റ് മണി ലെൻഡേഴ്സ്, എഗെയിൻസ്റ്റ് ട്രേഡേഴ്സ്, എഗെയിൻസ്റ്റ് ബ്രിട്ടീഷേഴ്സ് അല്ലെ, ഫോറിനേഴ്സ് ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവർ കറക്റ്റ് ആയിട്ട് ഇവരുടെ നാശത്തിന് കാരണമായി റൂയിനിങ് ചെയ്യുന്ന ശക്തികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇവര് പ്രതിഷേധിക്കുകയാണ്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വിജയം എന്ന് പറയുന്നത്. ആൻഡ് however, the movement was significant in at least two ways. രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. First, it forced the colonial government to introduce laws so that the land of the tribals could not be easily taken over by Dikus. എന്താണ് അവര് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിന് കാരണമായിട്ടുള്ളത് ഈ ബിർസാ മുണ്ടയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു റിബലാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവര് ലാൻഡിന് ദിക്കൂസിന്റെ ഒരു ഇന്റർഫറൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലോസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇറ്റ് ഷോഡ് വൺസ് അഗെയിൻ ദാറ്റ് ദ ട്രൈബൽ പീപ്പിൾ ഹാഡ് ദ കപ്പാസിറ്റി ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് എക്സ്പ്രസ് ദെയർ ആങ്കർ അഗെയിൻസ്റ്റ് കൊളോണിയൽ റൂൾ. അല്ലെ, ഇവര് സിവിലൈസ്ഡ് അല്ല എന്ന് കാണുന്ന, അല്ലെങ്കിൽ ഇവര് വൈൽഡ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് ട്രൈബൽസ്. ആ ഒരു ട്രൈബൽസിന്റെ ഇടയിൽ നിന്നും അല്ലെ ഇത്രയും വലിയൊരു ഇമ്പീരിയലിസം അല്ലെങ്കിൽ വലിയൊരു കൊളോണിയൽ പവറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇത്രയും വലിയ രീതിയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ് കാണിക്കുന്നത്, അവരുടെ ഒരു പവർ ആണ് അല്ലെ, അവരുടെ ഒരു കപ്പാസിറ്റി ആണ്. കപ്പാസിറ്റി ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് എക്സ്പ്രസ് ദെയർ ആങ്കർ അഗെയിൻസ്റ്റ് കൊളോണിയൽ റൂൾ. ദേ ഡിഡ് ദസ് ഇൻ ദെയർ ഓൺ സ്പെസിഫിക് വേ. അല്ലെ, ആരെയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണോ? അല്ല, അവര് തന്നെ പ്ലാൻ ഉണ്ടാക്കി, അവര് തന്നെ ഇതിന്റെ കോസ് കണ്ടുപിടിച്ചു, അവര് തന്നെ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു മാനറിൽ അവര് എന്ത് ചെയ്തു, പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇൻവെന്റിങ് ദെയർ ഓൺ റിച്വൽസ് ആൻഡ് സിംബൽസ് ഓഫ് സ്ട്രഗിൾ. അല്ലെ, അവരുടെ റിച്വൽസ് അല്ലെ, വൈറ്റ് ഫ്ലാഗ് ആണ് അവര് പീസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ രീതിയിൽ. അപ്പം ഈ ഒരു ബിർസാ മുണ്ടയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ രണ്ട് തരത്തിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. ഒന്ന്, അവരുടെ ലാൻഡ് ഈ കണ്ട പോലെ ആൾക്കാർ അല്ലെ, ഈ മണി ലെൻഡേഴ്സിന്റെ ഒക്കെ കയ്യിൽ നിന്നുള്ള ആ ഒരു ഇതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു. രണ്ടാമത് അവരുടെ ഒരു കപ്പാസിറ്റി അല്ലെ, ഒരു കപ്പാസിറ്റി ടു പ്രൊട്ടസ്റ്റ് അല്ലെ, അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ട്രൈബൽസിന്റെ ഒരു പവർ, അതാണ് ഈ ഒരു ബിർസാ മുണ്ടയുടെ ഈ ഒരു നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇത്രയേറെ സിഗ്നിഫിക്കന്റ് ആണെന്ന് പറയാനുള്ള കാര്യം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ദിക്കൂസ് ആരായിരുന്നു പഠിച്ചു. ദിക്കൂസ് വന്ന സമയത്ത് എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ലൈഫ്, മണി ലെൻഡേഴ്സും ട്രേഡേഴ്സും എങ്ങനെയാണ് ട്രൈബൽസിന്റെ ലൈഫിനെ എഫക്ട് ആയിട്ടുണ്ടായിരുന്നത്, ട്രൈബൽസ് എങ്ങനെയാണ് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കോളിൻ്റെതാണെങ്കിലും അതുപോലെ തന്നെ സാന്താളിന്റെ ഒക്കെ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇയർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്ന വർഷങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചാപ്റ്റർ ആണ്, എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.